അപ്പോൾ അവിടെ ലെയ്ത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവാവ് എല്ലാവരും വന്നിട്ട് തിരിച്ചു വന്നതാണ്. ഞാനത് വിശ്വസിച്ചില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉടായ്പ എന്തെങ്കിലും ചെയ്തതാണ്. എനിക്കൊരു ക്യൂരിയോസിറ്റി എന്താണെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വർഗീസ് മൂലം. ഇപ്പോൾ ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം ആന്റി കറപ്ഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ ചെയർമാനായിട്ടും ജോലി ചെയ്യുന്നു. ഇന്ത്യയിലെ വർഗീസ് മൂലൻ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് ജോലി ചെയ്യുന്നു. വർഗീസ് മൂലൻ ഫൗണ്ടേഷന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ കുറെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് 165 രാജ്യങ്ങളിൽ ഉള്ള മലയാളികളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ അതിൻ്റെ പേറ്റനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മലയാളികളെയും അങ്ങോട്ടും സംയോജിപ്പിച്ച് സഹകരിപ്പിച്ചിട്ട് എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ കുറെ ബുദ്ധിമുട്ടുകളും അതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്താണ് ഈ ഒരു പ്രായത്തിലേക്ക് എത്തിയത്. അതിന് കുറച്ച് വീഴ്ചകളുണ്ടായിരിക്കാം, വിജയങ്ങളുണ്ടായിരിക്കാം, പരാജയങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം വഴിയില്, അതായത് ഒരു വഴിയും പ്രോസസ് എന്ന് പറഞ്ഞതല്ല, കല്ലുമുള്ള നിറഞ്ഞ വഴികളെ ജീവിതപാതയിലുള്ളൂ. അപ്പൊ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊണ്ടതിനെ മുന്നോട്ട് ഇത്രയും നാളെ യാത്ര ചെയ്തു. ആരെയും ഉപദ്രവിച്ചില്ലെങ്കിലും ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് എന്ന് ചെറുപ്പം മുതൽ മനസ്സിലുണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇന്ന് വരെ ചെയ്യാൻ ശ്രമിച്ചു, അതിന് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ചെറുപ്പത്തിൽ ഞങ്ങള് കൃഷിക്കാരായിരുന്നു. അത് അങ്കമാലിലെ ഒരു പക്ഷേ ഒരുവിധം വലിയ ഒരു മധ്യനിരയിലുള്ള ഒരു കൃഷിക്കാരായിരുന്നു. അപ്പനും അമ്മയൊക്കെ, അപ്പനും അമ്മ, അവരുടെ ഇളയപ്പന്മാര്, അമ്മായിമാര്, പിന്നെ അവരുടെ ഇളയപ്പന്മാര്, അമ്മായിമാര്, പിന്നെ അപ്പൻ, അമ്മ, ഞങ്ങള് 7 മക്കള്. അപ്പൊ എല്ലാവരും കൂടെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിയുന്നവരെല്ലാം പാടത്ത് ഒന്നിച്ച് പണിയെടുത്ത്. അതുപോലെ ചെറുപ്പത്തിലെ എനിക്കൊരു 5-6 വയസ്സുള്ളപ്പം 1960 ഇവിടെ ഒരു പലചരക്കുകളുടെ അപ്പൂപ്പൻ പല പങ്ക് കടയായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിലും നമ്മള് വൈകുന്നേരം വരുന്ന സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ അന്ന് മുതൽ നമ്മൾ പ്രവർത്തനത്തിൽ രാവിലെ പാടത്ത് പോകും, കഴിഞ്ഞ് സ്കൂളിൽ പോയി വന്ന് കടയിൽ പോകും, കടയിൽ പോയി വന്നിട്ട് രാത്രി 9 മണിക്കൊക്കെയാണ് വീട്ടിൽ വരിക, കട പൂട്ടി വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എത്ര പ്രവർത്തിക്കാനും എത്ര സമയം വർക്ക് ചെയ്യാനും ഏത് പ്രതിസന്ധിയിൽ ജീവിക്കാനും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പം കലാകായിക കാര്യങ്ങളിലെല്ലാം നല്ല സജീവമായിരുന്നു. ഒരുപാട് ഡിബേറ്റുകൾ, മറ്റേ ഓൾ ഇന്ത്യ കാത്തലിക് ഫെഡറേഷൻ്റെ, യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ്റെ എറണാകുളം റീജിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ ശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കോളേജ് ക്യാപ്റ്റനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ മനോരമയിലും മാതൃഭൂമിയിലെ പിന്നെ സൺഡേ സപ്ലിമെൻ്റെല്ലാം ലേഖനങ്ങളും കവിതകളും കഥകളൊക്കെ എഴുതുമായിരുന്നു. നോവലുകൾ എഴുതി. അതുപോലെ ആദ്യത്തെ നോവൽ തേക്കെന്നാണ്.
പേര്. അത് മവൻ മാപ്പിള അവാർഡിന് അയച്ചു കൊടുത്ത് അതിന് മൂന്നാം സ്ഥാനം കിട്ടി. വേറൊരു നോവൽ എഴുതി കുങ്കുമ അവാർഡിന് അയച്ചു. എരിമലയിൽ ഒരഭയം എന്നുള്ള ഒരു നോവൽ എഴുതി അതിന് 5ാം സ്ഥാനം കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, അന്നത്തെ മദ്രാസിൽ, ഇന്ന് ചെന്നൈയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവിടുത്തെ സരോജ് ഗോയങ്കയുടെ ഓണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്തത്. 2 വർഷം ജോലി ചെയ്തപ്പോൾ അലിഗഡിൽ പോയിട്ട് അവിടെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടെ ഒരു സന്തുൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഓട്ടോമൊബൈൽ പാർട്സ് മാനുഫാക്ചറിങ് കമ്പനി, ആ കമ്പനിയുടെ ഓൾ ഇന്ത്യ ഇതിനകത്ത് മാർക്കറ്റിംഗ് മാനേജറായിട്ടാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ജോലിയുടെ ആരംഭത്തിൽ അലിഗഡിലെ അവരുടെ ഫാക്ടറിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുഴുവൻ ലോക്ക് ഉണ്ടാക്കുന്ന ഈ താക്കോലുകളും താഴികളും ഉണ്ടാക്കുന്ന അതിൻ്റെ കേന്ദ്രമാണ് അലിഗഡ്. ഈ സന്തുൾ ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അന്ന് അധികം കാറുകളില്ല. അപ്പം അന്ന് ഉണ്ടായിരുന്ന മെയിൻ കാറുകൾ അംബാസഡർ, പ്രീമിയർ പത്മിനി, പിന്നെ മഹീന്ദ്ര ജീപ്പുകൾ, അങ്ങനെ കുറച്ച് കാറുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാറുകളുടെ എല്ലാം ഹാൻഡിൽസും താഴുകളെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മുഴുവൻ ഉള്ള വർക്ക്ഷോപ്പുകളിൽ ഈ പ്രോഡക്റ്റുകൾ, അതായത് ഇതിൻ്റെ സ്പെയർ പാർട്ടുകൾ എത്തിച്ചു കൊടുക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു. അതിൻ്റെ മേൽനോട്ടം എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ യാത്ര ചെയ്യാനുള്ള അവസരം 78 ആണ് നോർത്ത് ഇന്ത്യയിൽ പോയത്, അവിടുത്തെ ഈ കമ്പനിയുടെ മാനേജറായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യത്തിൽ അവരുടെ ഫാക്ടറിയിൽ, അലിഗഡിലെ ഫാക്ടറി ജോലി ചെയ്തു. ഇതെല്ലാം ഫാക്ടറി താഴും എല്ലാം ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ടെക്നോളജിയെല്ലാം നമ്മൾ കണ്ടു. അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ മാനേജറായിട്ടാണ് തുടക്കത്തിൽ ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ലൈഫ് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവാവ്, UP ഉത്തർപ്രദേശിലെ ഒരു യുവാവ് കുറച്ച് നാൾ അവിടെ ജോലിക്ക് വന്നില്ല. പ്രത്യേക ഒരു കാരണത്തില്ലാണ്ട് അറിയാതെ അവർ ലീവ് വന്നില്ല. പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടാണ്, 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെയുള്ള മറ്റുള്ള ജോലിക്കാർ വന്നിട്ട് പറഞ്ഞു അവൻ മരിച്ചിട്ട് തിരിച്ചു വന്നതാണ് എന്ന് മറ്റുള്ള തൊഴിലാളികൾ എന്നിട്ട് പറഞ്ഞു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറൊരു ജാതിയിലുള്ള, വേറൊരു മതത്തിലുള്ള. അപ്പോൾ ആ കുട്ടിയുമായിട്ട് ഇവൻ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ആ പ്രണയം അങ്ങനെ അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ വന്നപ്പോഴാണ് അവൻ്റെ കൂടെ ജോലിയിൽ കയറിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടൗണിൽ നിന്ന്, അലിഗഡിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഗ്രാമത്തിലാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശനിയാഴ്ച അത് കഴിഞ്ഞ് ജോലി ചെയ്തെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ അവിടെ വെച്ച് ഈ പെൺകുട്ടിയുമായിട്ട് അവർ കാണാനുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഇതെങ്ങനെയോ അവരുടെ വീട്ടുകാർ അറിഞ്ഞു പെൺകുട്ടിയുടെ. അവർ രഹസ്യമായിട്ട് ആൾക്കാർ കൂട്ടി വന്ന് ഇവർ കൂടിച്ചേരുന്ന, അവർ കണ്ടുകൊണ്ടിരുന്ന ഒന്നിച്ചിരുന്ന ആ സമയത്ത് അവർ വന്നിട്ട് ഇവനെ തല്ലിക്കൊന്ന് അവൻ്റെ ബോഡി കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ആരോ വിളിച്ച് പറഞ്ഞത് അതനുസരിച്ച് പോലീസുകാർ അത് കൊണ്ടുപോയി നേരെ മോർച്ചറിയിൽ വെച്ചു, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പിറ്റേ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റൽ പിന്നെ ഓപ്പൺ ആയത്. അപ്പം ഇവൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഡോക്ടർ തിങ്കളാഴ്ച അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ബോഡിയിൽ ഒരു അനക്കം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിയതായി. പക്ഷേ എല്ലാവരും അവർ ശ്രമിച്ച് ഇതെല്ലാം കൊടുത്ത് ഇതുപോലെ വായു ഇതെല്ലാം കൊടുത്തിട്ട് അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അവൻ ഇത് ചെയ്ത് നേരെ അവൻ വന്നു ശരിക്കുന്നു. അങ്ങനെ 1 മാസത്തോളം 2-3 ആഴ്ചയോളം ആശുപത്രിയിൽ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് അവൻ വന്നത്. എന്നാലും എനിക്കൊരു സംശയം പോലെ ഞാൻ അവരോട് ചോദിച്ചത് എന്താണ് മരിച്ചു കഴിഞ്ഞിട്ട് എന്തായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പൊ അവൻ ആ മരിച്ചു കഴിഞ്ഞിട്ട് 3-ാം ദിവസം തിരിച്ചു വരുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പുകൾ അവൻ എന്നോട് ഓരോ കാര്യങ്ങളും വിവരിച്ചു. ചില സമയത്ത് അവരുടെ കണ്ണുകളിൽ നിന്ന് അവൻ്റെ കണ്ണിൽ കണ്ട അവൻ്റെ വിഷമം, അവൻ്റെ ഉള്ളിൽ ഭയങ്കര നിരാശ, ഭയങ്കര വേദന ഉള്ളിൽ പറയുന്ന ആ വേദന, പിന്നെ അത് കഴിഞ്ഞൊരു ഭയങ്കര സന്തോഷത്തിൻ്റെ വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ കിളന്നതും മറ്റേത്. എനിക്ക് ഒരു ശിശു ഒരു സ്വപ്നം കണ്ടത് എങ്ങനെ വിവരിക്കുന്നത്, ഒരു ബാലം വിവരിക്കുന്നത് പോലെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അതേപ്പറ്റിയാണ് പിന്നെ ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് ഇതേപ്പറ്റി, അതായത് മതങ്ങളെയും മറ്റേ ശാസ്ത്രത്തെയും മാറ്റി വെച്ചു ഇതേപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ളൊരു താല്പര്യത്തിൽ ഞാൻ ഇന്ത്യയിൽ മുഴുവൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ജോലിക്ക് സംബന്ധമായിട്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തില്
ഇന്ത്യയിലുള്ള ഈ സാംസ്കാരിക എല്ലാ മതവിശ്വാസ കേന്ദ്രങ്ങളിലും ഇതുപോലെ ലൈബ്രറികളിൽ എല്ലാവർക്കും ഇതേപറ്റി ഇൻഫർമേഷൻ കിട്ടുന്ന എല്ലാവർക്കും ഞാനിത് പഠിക്കാനായിട്ട് ഞാനത് ശ്രമിച്ചു. അപ്പൊ അതാണ് അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ പ്രതിസന്ധി. ഞാൻ മനസ്സറിയാത്തൊരു കാര്യം സൗദി കിടക്കിനോട് നടക്കുന്ന അത് നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ ഞാനവിടെ ജോലി ചെയ്ത് വീണ്ടും ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 4 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പം ആ കാശും ഇത് കൂട്ടി. അപ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നി, നമ്മൾ ഈ കാശ് ഉണ്ടാക്കിയിട്ട് ഞാനവിടെ ചെല്ലുമ്പം ഒറ്റ ബ്രാഞ്ചാണ് അവർക്കെന്ന് വെച്ചാൽ മജലിസ് മറ്റേ ഈ സോഫ കർട്ടൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ജപ്പാനും കൊറിയയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് മാനുഫാക്ചർ ചെയ്ത് വിൽക്കലാണ് അവിടുത്തെ ഫാക്ടറിയുടെ ഇത്. ഞാനവിടെ ചെല്ലുമ്പോൾ ദമാമിലൊരു ഫാക്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനോട് ചെന്ന് കഴിഞ്ഞപ്പോൾ കോമ്പാർ ഇങ്ങനെ വേറെ പല സ്ഥലങ്ങളിലാണ് 5 ബ്രാഞ്ചുകളായിട്ട് അത് ഡെവലപ്പായി, നല്ല രീതിയിൽ ഡെവലപ്പായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വിചാരിച്ചു, അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിൽ ഒരു ലിമിറ്റഡ് സാലറിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും ബിസിനസ് ചെയ്യുന്ന അവർക്കുള്ളതുണ്ട്, നമുക്കതുകൊണ്ട് ഒരു മെച്ചമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാലെന്തോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ ഫ്രണ്ട്സ് നടത്തിക്കൊണ്ട സൂപ്പർ മാർക്കറ്റ് അങ്ങനെ അവർ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ആദ്യം ഭയങ്കര പരിചയമില്ലാത്ത കാരണം അവരുടെ കൂട്ടത്തിൽ ഞാൻ പാർട്ണറായിട്ട് ഖാലിദിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരുടെ പാർട്ണറായിട്ട് ചെയ്ത് വർക്ക് ചെയ്ത് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഞാൻ സ്വന്തമാക്കി പോലെയെല്ലാം പണങ്ങൾ ഇതിനകത്ത് നോക്കി. അപ്പോൾ അതിനകത്തുള്ള മാർക്കറ്റ് വിജയിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പൈൻസ് ഐലൻഡിൽ അന്ന് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്, ഇന്ത്യക്കാർ ചുരുക്കമുണ്ട്, 85-86 കാര്യം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഫിലിപ്പൈൻസ് ഐലൻഡിൽ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചുകൂടാൻ നിർത്തുന്നത്. അങ്ങനെയാണ് അൽവാലിദ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളൊരു പേരിൽ ഈ ഖാലിദ് എൻ്റെ ആദ്യത്തെ സ്പോൺസറും എൻ്റെ ബോസും ആയിരുന്ന അദ്ദേഹവുമായിട്ട് ഞാനൊരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പുള്ളി എല്ലാ പണവും മുടക്കുന്നു, ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഫിക്സിഡ് ഡിപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബിസിനസ് കൊണ്ട് നടന്നു. നല്ല രീതിയിൽ ഫിലിപ്പൈൻസ് ഐലൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സ്പൈസസ്, നല്ല മസാലകളൊന്നും ഇന്ത്യയിൽ നിന്ന് സ്പൈസിനോട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പാകിസ്ഥാൻ അത് പ്രോഡക്റ്റുകൾ, അതായത് അവിടുത്തെ അഫ്താഫ് ബ്രാൻഡ്, അഫ്താഫ്, A1, പിന്നെ അഹമ്മദ്, അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് അവിടെ എല്ലാവരും ഈവൻ മലയാളികളൊരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് നമ്മുടെ ബ്രാൻഡിൽ ഇറക്കാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിച്ച്, ഞാൻ കാലിതായിട്ട് ആലോചിച്ചു. അങ്ങനെയാണ് അവിടെ തന്നെ ആദ്യം പരിപ്പുകളെല്ലാം അവിടെ തന്നെ ഒരു യൂണിറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ തന്നെ പാക്ക് ചെയ്ത് ഇതെല്ലാം ഹോൾസെയിലിൽ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് ഫിലിപ്പൈൻസ് ഐലൻഡ് സാധനങ്ങളോട് കൂടിയിട്ട് വണ്ടിയിൽ കൂടെ ഞാൻ തന്നെ വണ്ടിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒറ്റയ്ക്ക് ഞാൻ തന്നെ അത് ചെയ്തു. അങ്ങനെ തന്നെ ഒരു 6-7 മാസമൊക്കെ ചെയ്തു. അപ്പോഴേക്കും 1-2 ആളുകളെ, വിജയൻ എന്ന് പറയുന്ന ആദ്യം തരുന്ന അവിടെ തന്നെ ഒരാളെ കാലിജനക്ക് വിട്ടുവന്നു, സ്റ്റാഫിനെ, പിന്നെ വേറെ സ്റ്റാഫിനെ വിട്ടുവന്നു. അപ്പോൾ വിജയൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് സെയിൽസ്മാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ സെയിൽസ് അവരെ ആൾക്കാരും വിട്ടുവന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പാക്കിംഗ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഡെവലപ്പായി. അങ്ങനെ 87 കൂടുതൽ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ഡെവലപ്പായി കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ കൂടുതൽ ഓർഡർ വന്നപ്പോൾ ഞാനൊരു കണ്ടെയ്നർ ഇതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് ഫുഡ് പ്രോഡക്ട്സ്, അതായത് 84 എൻ്റെ മകൻ ജനിക്കുന്നു, വിജയ് എന്ന പേരിൽ. 85 ഞാനിവിടെ സൗദിയിൽ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് മോൻ്റെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ പരിപ്പ് ഇതെല്ലാം അവിടെ പാക്ക് ചെയ്തത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും മകൻ്റെ പേരിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ അവിടുത്തെ ബൾക്കായിട്ട് വന്നിരുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് പാക്കറ്റിലാക്കിയിട്ട് വിജയ് ബ്രാൻഡ് കവറിലാക്കിയിട്ട് അവിടെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതോടൊപ്പം പാകിസ്ഥാൻ മസാലകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നീടാണ് ഇവിടെ വന്നിട്ട് വിജയ് ബ്രാൻഡിൽ മറ്റുള്ള ഇന്ത്യൻ ഫുഡ് പ്രോഡക്ട്സ് ഇവിടുത്തെ ഫസ്റ്റ് എക്സ്പോർട്ട് 87 നടത്തിയത്. നാട്ടിൽ അവിടെ നിന്ന് എല്ലാം ഒരു കമ്പനി തുടങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ മെഷീനറി, പാക്കിംഗ് മെഷീനറി എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ ഇല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വീട്ടിൽ തൊഴുത്തിൽ ക്ലീൻ ചെയ്ത് അവിടെയാണ് ആൾക്കാർ ചെയ്തിട്ട് ഫസ്റ്റ് ഷിപ്പിന് പാക്കിംഗ് എല്ലാം നടത്തി. ഫസ്റ്റ് ഷിപ്പിന് 87 നടത്തി. അപ്പോൾ ഇവിടുത്തെ കമ്പനിയിൽ അപ്പനെ മാനേജിംഗ് പാർട്ണറും അമ്മയെയും എൻ്റെ ഭാര്യ ജയിനെയും പാർട്ട്നേഴ്സാക്കി. അങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ 87 നല്ല രീതിയിൽ അവിടെ മാർക്കറ്റ് ഇത് ചെയ്തു. 88 അതിന് വീണ്ടും കണ്ടെയ്നർ, 89 കണ്ടെയ്നർ അത് വന്നു കഴിഞ്ഞപ്പോഴാണ് സാജുവിനെ ആദ്യമായിട്ട് അവിടുത്തെ ശമ്പളക്കാരനായിട്ട് സാജുവിനെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ അതിപ്പോൾ അവിടേക്കും ഒരു 5-8 പേരെ ഓൾറെഡി അപ്പോഴേക്കും ഇവിടെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് സാജുവിനെ അക്കൗണ്ടൻ്റായിട്ട് കൊണ്ടുപോകുന്നത്.
അപ്പം അങ്ങനെ അവിടെ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഏകദേശം 10-25 പേര്, അതായത് വിസയുടെ കാശ് ഇവിടെ നേരത്തെ മേടിച്ചിരുന്ന ആളുകൾക്ക് പ്രിഫറൻസ് കൊടുത്ത് അവരെയാണ് ആദ്യം കൊണ്ട് ഇതിനകത്തെല്ലാം കൊണ്ടുപോയി. മറ്റുള്ള ആൾക്കാർ അങ്ങനെ കൊണ്ടുപോയി നല്ല ഡെവലപ്പ് ചെയ്തു. പിന്നെ മാസം കണ്ടെയ്നർ എന്നുള്ളത് മാസത്തിൽ 2 കണ്ടെയ്നർ, 3 കണ്ടെയ്നർ, 4 കണ്ടെയ്നർ അങ്ങനെ ഇവിടെ ഡെവലപ്പ് ചെയ്തു. അവിടെ ഒരു വണ്ടി എന്നുള്ളത് 2 വണ്ടി, 3 വണ്ടി അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഇപ്പോൾ 50ഓളം ട്രക്കുകൾ ഇപ്പോൾ സൗദിയിൽ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് ഓരോ മാസം ഇപ്പോൾ 60-70 കണ്ടെയ്നറുകൾ ഇപ്പോൾ മാസം കയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഗൾഫിലെ മറ്റു രാജ്യങ്ങൾ, അമേരിക്ക, മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം സാജുവിനെ കൊണ്ടുപോയി 89-ൽ സാജുവിനെ ജോലിക്ക് കൊണ്ടുപോയി. അപ്പോൾ 86-ൽ അവിടുത്തെ 85-86 എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ റേഷൻ കട ഉണ്ടായിരുന്നു. ആ റേഷൻ കടയുടെ ലൈസൻസ് 90-ലായിട്ട് ലൈസൻസ് പോയി. അപ്പോൾ അപ്പം പറഞ്ഞു, എടാ ജോസിനോട് ജോലി കൊടുക്കാൻ അവരാണ് നിങ്ങളത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവിടുത്തെ എക്സ്പോർട്ടിങ് കമ്പനിയിൽ ജോസിനെ കമ്പനിയുടെ ഇതിനകത്തോട്ട് കയറ്റി. അപ്പോൾ ജോസ് പിന്നെ എന്താണ് കമ്പനിയുടെ ഭാഗമായി 90-ലാണ് ജോസിനെ ഇതിനകത്തേക്ക് എടുക്കുന്നത്. അത് കഴിഞ്ഞ് 94-95 ജോസിനെ സൗദിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജോയിനെ ഇവിടുത്തെ അവരുടെ അപ്പോഴത്തേക്ക് കോഴ്സ് കഴിഞ്ഞു, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞു. അവന് ജോയിനെ ഇവിടുത്തെ കമ്പനിയുടെ മാനേജർ ആക്കിയിട്ട് ഇവിടുത്തെ കമ്പനിയുടെ മാനേജിങ്ങിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാരിറ്റിയിലേക്ക് മെയിനായിട്ട് ഇറങ്ങുന്നത്. അതായത് നമ്മളെ മാത്രം 2010 ഡിവിഷൻ നടക്കുന്നു, എല്ലാവരും ഇത് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാരിറ്റിയുടെ കാര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പം സൗദിയിൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഇതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ അലൗഡ് ആയിട്ടുള്ളൂ. മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും അവിടെ അലൗഡ് അല്ല ശരിക്കും. അതൊരു 300 പേര്, 400 പേരിൽ കൂടുതൽ അവിടെ അലൗഡ് അങ്ങനെ ഒത്തുകൂടാനോ ഒന്നും പാടില്ല. അത് അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചാണ്, അവിടെ ശാരീയ നിയമം അനുസരിച്ചാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും സൗദിയിൽ പോകുന്നത്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ്മ, നമ്മളെല്ലാവരും കൂടെ അവിടുത്തെ മലയാളികളുടെ എല്ലാവരും കൂട്ടായ്മ, കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാ ആഴ്ചയിലും കൂടും. ഞങ്ങളെല്ലാവരും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. കുട്ടികളുടെ ഡാൻസ് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇടയ്ക്ക് ഇതെല്ലാം മറ്റേ പാട്ടും ഇതെല്ലാം കൂടെ പ്രോത്സാഹിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു വലിയ ഒരു ഗ്ലോബൽ മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1999 ഇന്ത്യയിൽ നിന്ന് ഇല്ലീഗൽ വിസയിൽ സൗദിയിൽ വന്ന ഒരു 40ഓളം പേര്, 39-40 പേരാണ്. അവരെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ കമ്പനി അവരെ റിജക്റ്റ് ചെയ്ത് അവരെ പോലീസ് പിടിച്ച് തിരിച്ച് വിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇതിനകത്ത് ഒരു ഹോളിൽ താമസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എംബസിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ അതിനിടയ്ക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എംബസിയിൽ നമ്മളെ വിളിച്ചിങ്ങനെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ്റെ മെയിനായിട്ട് മലയാള ന്യൂസിൻ്റെ ഹാരിസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഹാരിസും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര പ്രശ്നമായി. ഇതെല്ലാം അന്ന് ജൂലൈ മാസത്തിൽ 50 ഡിഗ്രി ചൂടിൽ തകര ഷീറ്റിനുള്ളിൽ ആൾക്കാരെ കിടക്കാൻ സ്കൂളിൽ ഒന്നുമില്ലാതെ എല്ലാം തിരിച്ച് കയറ്റി വിടാനുള്ള അറിവുകൾ പോലീസുകാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഉടനെ നമുക്ക് അവർക്ക് ഫുഡ് ഇല്ലാണ്ട് കിടക്കുന്നത്. ഉടനെ നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മളെ സ്റ്റോർ ചെയ്യുന്ന കുറേ ഫുഡും ഇതെല്ലാം കൊടുത്ത് കുറച്ച് ആൾക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് അവർക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റുകളിലേക്ക് മാറ്റി താമസിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം അറേഞ്ച് ചെയ്ത് എന്നിട്ട് അവർക്ക് ക്രമേണ ഇക്കാമ അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് കുറേ പേർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്ത്, കുറേ താല്പര്യമില്ലാത്തവരെ തിരിച്ച് കയറ്റുന്ന അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് കൊടുത്ത് അവരെ വിട്ടു. അങ്ങനെ അതെല്ലാം 1-1.5 മാസം കൊണ്ട് അത് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റി അവരുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്, നമുക്കെല്ലാം ഒരു പെർമനൻ്റ് ഒരു സെറ്റപ്പ് ആക്കിയാൽ എന്താണ് ഈ ഒരു ഇതിനകത്ത് ഓർഗനൈസേഷൻ. അങ്ങനെയാണ് ഗ്ലോബൽ മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ സൗദിയിൽ രൂപം കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിന് മുമ്പ് തന്നെ കൾച്ചറൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആളുടെ കൂട്ടായ്മ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ചെയ്യാമെന്നൊക്കെ, അങ്ങനെ ഒരു ഇന്ത്യൻ കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തണം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആലോചിച്ച് ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ പെർമിറ്റൊക്കെ എടുത്ത് 1998 നമ്മളൊരു മേജർ പ്രോഗ്രാം അവിടെ നടത്തിയായിരുന്നു.
ആ പ്രോഗ്രാമിൽ ഇവിടുന്ന് ജഗദീഷ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമാ താരം ജഗദീഷിനെയാണ് ആദ്യം നമ്മൾ അവിടെ കൊണ്ടുവന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററി സൗദി ചരിത്രത്തിൽ ആദ്യമായിട്ട് ജഗദീഷിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് അവിടുത്തെ ആഫ്മൂൺ ബീച്ചിൽ നമ്മൾ ആ പ്രോഗ്രാം അവിടെ ഓപ്പൺ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് ആഫ്മൂൺ ബീച്ചിൽ 12,000 പേരോളാണ് അതിനകത്ത് പങ്കെടുത്ത പ്രോഗ്രാമിൽ. അത്യാവശ്യം ഒരു കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് വന്നു, അത്യാവശ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെ സർബാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ പേരിൽ ആദ്യമായിട്ട് ചെയ്തത്. ഏതാണ്ട് 5 ലക്ഷം രൂപകൾ അന്ന് ചെലവായിന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം വീണ്ടും പ്രോഗ്രാം ചെയ്തു. അതിനകത്ത് മറ്റേ നാദിഷയാണ് വന്നത്. പിന്നെ പ്രോഗ്രാം ചെയ്തു. അതുപോലെ കലാഭവൻ മണി 3 വർഷം വന്നു. പിന്നെ സിനിമാല ടീം വന്നു, ജയറാം വന്നു, ഇതുപോലെ MG ശ്രീകുമാർ, ജഗതി ശ്രീകുമാർ, മിക്കവാറും എല്ലാവരും നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇതാണ്. നമ്മൾ ആദ്യം നിന്ന് ഒരു പൈസ പോലും നമ്മൾ എടുക്കുന്ന ഫണ്ട് അങ്ങനെ തന്നെ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റിയിരിക്കും. അത് ആ പ്രോഗ്രാമിൽ വീട് വെക്കൽ അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻസർ പോലെ വലിയ മറ്റേ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് തുടങ്ങി. അപ്പോൾ അത് ചെയ്യുന്നത് ആൾക്കാരുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ പദ്ധതി വെച്ചിട്ട് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ രീതിയിലാണ് അത് ചെയ്തത്. അതുപോലെ 2001 അവിടെ സൗദി അറേബ്യയിൽ വിദേശികൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നു. അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശികൾക്ക് ആർക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. എല്ലാവരും അവിടെയുള്ള അറബിയുടെ കീഴിൽ ശമ്പളക്കാരായിട്ട് ജോലി ചെയ്യാനേ അല്ലുള്ളൂ, അല്ലെങ്കിൽ അത് ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെയാണ് 2001 വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള നിയമം വന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഞാനാണ്. അതനുസരിച്ച് ആദ്യമായിട്ട് അവിടെ സൗദിയിൽ 100% ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്പൈസസിൻ്റെ ഫാക്ടറി അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്ന് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പാലസ്തീന്, മറ്റേ സിറിയ, ജോർഡൻ ഇവിടേക്കെല്ലാം സ്പൈസസ് മറ്റേപോലെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അനിയന്മാരെ കൊണ്ടുവന്നു, അവരെ ഇൻചാർജാക്കി. അപ്പോൾ ഞാനപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അനിയ സഹോദരങ്ങളായിരുന്നു കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നു കമ്മിറ്റി ഇൻചാർജായിട്ട്. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇത് വന്നു കഴിയുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇതിനകത്തേക്ക് ഡൈവേഴ്സിറ്റി ചെയ്യുന്നതെല്ലാം അനിയന്മാർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾ പണിയെടുത്ത കാശിന് നമ്മൾ കൊടുക്കണം ചിന്താഗതിയിലൊക്കെ അങ്ങനെ പല രീതിയിലുള്ള കുറച്ച് ഫിനാൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഇതിട്ട് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ 2005 മുതൽ ഞാൻ പറയുന്നതാണ്. അപ്പം നീ പറ്റില്ല, നീയാണ് എല്ലാവരും തലം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നത് 2010 കൂടുതൽ ഇതായി. ഞാൻ 10 വർഷത്തോട് ഞാൻ മാറണം. അങ്ങനെയാണ്. അപ്പോൾ അപ്പം ചോദിച്ചു, ഇത് തുടങ്ങിയത് നീയാണ്, അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തത് നീയാണ്. അത് ഇതിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു നയാ പൈസ പോയി ഈ കമ്പനിയിൽ, ഇവിടുത്തെ കമ്പനിയിൽ അവിടുത്തെ വീട്ടിൽ ഒരു നയാ പൈസ കൊടുത്ത് ഇവിടെ ഞാൻ സൗദിയിൽ പോയത് പോലും സൗദിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ജോലി ചെയ്ത കാശ് അവിടെ എടുത്ത് കുറച്ച് പൈസ പോരായി ഒന്നും അത് ഇളയപ്പനോട് സൗദിയിലൂടെ കടമായിട്ട് മേടിച്ച് സൗദിയിൽ ചെന്ന് ഉടനെ അതിൻ്റെ ഒരു 5 ഇരട്ടി തിരിച്ച് അയച്ചു കൊടുക്കും. ആ കാശ് തിരിച്ചു കൊടുത്തു ലോണിൽ. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഒരു നയ പൈസ എടുത്തിട്ട് എന്നിട്ട് ഡിവൈഡ് ചെയ്തപ്പം എല്ലാവരും അന്ന് വെച്ച് കൊടുത്ത് വികാരിയച്ചന് പിന്നെ വക്കീലന്മാർ എല്ലാവരും പിന്നെ ഇളയപ്പന്മാർ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡിവിഷൻ്റെ തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 4 ആണുങ്ങളാണ്, 4 ആമ്പിളേർ ഉള്ള സ്വത്ത് കംപ്ലീറ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 3 അനിയന്മാർക്ക് കൊടുത്തോ 4 1 അങ്ങനെയാണ് 2010 രണ്ടാമതിനെ ഡിവിഷൻ നടന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യ മക്കൾ ഇതുമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ 2010 ഇതിൻ്റെ കംപ്ലീറ്റ് കണക്കുകൾ എടുക്കാൻ പറഞ്ഞു. കണക്കുകളെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് കണക്കിലുള്ള കാര്യങ്ങൾ, അതായത് ഏകദേശം ഒരു 200 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് ഉണ്ടായിരുന്നത്. അതിനകത്തൊരു 6-7 സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഒരു 5 ഫാക്ടറികൾ, പിന്നെ അതുപോലെ സ്ഥലങ്ങൾ, ഏതാണ്ട് 80-100 ഏക്കറോളം പാലക്കാട്ടുള്ള സ്ഥലങ്ങൾ, സ്വത്തുക്കൾ, ഇതെല്ലാം ആണ് നമ്മൾ കണക്കിലുണ്ട്. പിന്നെ സൗദിയിലുള്ള ഏകദേശം 21-28-30 വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികളെല്ലാം അതുപോലെ ബിസിനസ്സിൻ്റെ ഇത് ബിസിനസ് സൗദിയിലെ ബിസിനസ്സിൻ്റെ അവിടുത്തെ ഇതിൽ 3-2 അവർക്ക് ഞാൻ എടുത്തോളം പറഞ്ഞു. ബാക്കി 3-1 വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം അവർക്ക് കൊടുത്തു. എൻ്റെ ഒരു ഡിവിഷൻ വെച്ചിട്ട് ഞാൻ അതിനകത്ത് പോകുന്നു. അപ്പോൾ അതനുസരിച്ച്
അഞ്ച് സൂപ്പർ മാർക്കറ്റ് എനിക്ക് തരുന്നത്. പക്ഷെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കിട്ടിയ തപ്പത്തിൽ നിൽക്കാണ്. അപ്പോൾ അത് വെച്ച് അത് കഴിഞ്ഞ് അവർ വീണ്ടും ഒരു 5 സൂപ്പർ മാർക്കറ്റ് പല സ്ഥലത്തായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് 13 യൂണിറ്റുകൾ ഇപ്പോൾ ഉണ്ട്, ഫാക്ടറികളുണ്ട്. ഞാനിവിടെ ഒരെണ്ണം, പിന്നെ കലൂറ്റിലുള്ള 2 സൂപ്പർ മാർക്കറ്റുകൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ചത് വന്നു കഴിഞ്ഞപ്പം സിനിമയിലേക്കൊരു സാഹചര്യങ്ങൾ മുന്നോട്ട് കൊടുക്കാനായി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എയർപോർട്ടിലാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടനുബന്ധിച്ച് മറ്റേ പുരി ജഗന്നാഥ ടെമ്പിള്, തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും അതുപോലെ ഹിമാലയത്തില് ബദ്രിനാഥില് അതുപോലെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആ കേന്ദ്രങ്ങളിലും പോകാനായിട്ട് സാധിച്ചു. കുറെ സന്യാസികളായിട്ട് അവരെ പോയി കാണാനായിട്ട് നോക്കി. അതുപോലെ ധ്യാനിക്കുമ്പോൾ ലെവിറ്റേറ്റ് ചെയ്ത ഭൂമിയിൽ നിന്ന് ഉയർന്നിരുന്ന് ധ്യാനിക്കുന്ന ആളുകൾ, നമ്മുടെ ഭൗതിക നിയമങ്ങളെ അതിജീവിക്കുന്ന തലത്തില് ജീവിക്കുന്ന ആൾക്കാർ. അതുപോലെ നമുക്ക് എത്ര കരിമ്പടമായിട്ട് കുറച്ചാലും നിൽക്കാൻ, തണുപ്പ് തടയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള തണുപ്പില്, ഐസിന്റെ അത്രമാത്രം തണുപ്പില് ദിഗംബരരായിട്ട് അതിനകത്ത് ഒരു ഡ്രസ് കോഡിന് ഇതില്ലാത്ത രീതിയിൽ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന മണിക്കൂറുകൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് ഇതേപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് അതുപോലെ നമ്മുടെ യോഗിക് സംസ്കാരത്തെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഈ മരണവും മരണാനന്തര ജീവിതത്തെ പറ്റിയെല്ലാം കൂടുതൽ ഇതേപ്പറ്റി അറിയാനായിട്ട് സാധ്യത. കാരണം ശരിക്കും ഇന്ത്യൻ ആർഷഭാരത സംസ്കാരത്തിന്റെ ഇതിന് മുൻപിലുള്ള ചരിത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അറിവുകൾ അവിടെ മഹർഷിമാരും എല്ലാം പലർന്നും അവിടെ വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ വായിക്കാനായിട്ട് അത്തരത്തിൽ വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവസരം വന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ കിട്ടി. അതോടൊപ്പം തന്നെയാണ് അങ്ങനെയാണ് ഇതിനകത്ത് ലഡാക്കില് ലേയിൽ നിന്ന് ഏതാണ്ട് 42 കിലോമീറ്റർ അകലെയുള്ള ഹിമിസ് ഗോംബ എന്ന് പറയുന്ന ബുദ്ധവിഹാരത്തില് 2000 വർഷം മുമ്പ് യേശു വന്ന് ധ്യാനിച്ചിരുന്ന ഒരു ഭിക്ഷു ആയി ജീവിച്ചിരുന്ന ആ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് 2 മാസത്തോളം എനിക്ക് പോയി ധ്യാനിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അവിടെ ഇരുന്ന് അവരോടൊപ്പം അവരുടെ അഡ്രസ് ഇട്ട് അവരിൽ ഒരാളായിട്ട് ചേർന്നു. അതായത് മറ്റേ ഈ ലോകത്തിൽ നിന്ന് മാറി വേറൊരു തലത്തിൽ എനിക്ക് ആ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാർക്കാനാവുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ള ഓരോ കാഴ്ചപ്പാടും ഓരോ എൻ്റെ ഒരു പ്രവൃത്തിയും അതിനോടനുബന്ധിച്ച്. അതുപോലെ തന്നെ വേറൊന്ന്, ഞാനവിടെ വർഷങ്ങളായിട്ട് ഞാനവിടെ ഡൽഹിയിൽ പോയി ആദ്യം തമിഴ്നാട്ടിലുള്ളപ്പോഴും അത് കഴിഞ്ഞ് ഡൽഹി ചെന്നപ്പോഴും ഗൾഫിലേക്ക് പോകാനായിട്ട് ഞാൻ കുറെ ശ്രമിച്ചതായിരുന്നു പോകാനായിട്ട്. പക്ഷെ അതിനൊന്നും ഒരുപാട് തടസ്സങ്ങളും അതിന് പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ചെന്നത് ഈ ബോംബെയിലുള്ള അവിടുത്തെ റെഗുച്ചിയോട് ഗുരുവിനോട് ഞാൻ പറഞ്ഞിട്ട് ഗൾഫിൽ പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇത് നോക്കിയിട്ട് പറ്റില്ല. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു 4 ആഴ്ച 28 ദിവസങ്ങളിൽ നിങ്ങൾ ഗൾഫിൽ. അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നേരെ തിരിച്ചു. ഇവിടെ ഡൽഹിയിൽ വന്ന കമ്പനികൾ ഉടനെ ഡൽഹിയിലെ ബോംബെയിലെ ഒരു കമ്പനിയില് മറ്റേ കന്തിയൂരില് മഹീന്ദ്ര കമ്പനിയിലെ ഒരു അപ്പോയിന്റ്മെന്റ് ഞാനവിടെ പോയി. അവിടെ താജ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ സൗദിയിൽ നിന്ന് വന്ന ഒരു സൗദി സിറ്റിയിലെ ഒരു വ്യവസായി അദ്ദേഹമായിട്ട് അവിടെ താജ് ഹോട്ടലിൽ കാണാനും അതുമായി സംസാരിക്കാനും എൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ സന്തോഷപൂർവ്വം അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്തത്. സൗദിയിലേക്ക് പോയി. ഇത് 2-3 ആഴ്ചകളിൽ അദ്ദേഹം ഈ പറഞ്ഞു 3 ആഴ്ചകളിൽ സൗദിയിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഞാൻ സൗദിയിൽ ആദ്യമായിട്ട് 1989 അൽ സാലെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അവിടുത്തെ മാനേജറായിട്ട് ഞാനവിടെ സൗദിയിൽ. അത്യാവശ്യം ഒരു കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് വന്നു. അത്യാവശ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെ സർബാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മൾ ആ ഓർഗനൈസേഷന്റെ പേരിൽ ആദ്യമായിട്ട് ചെയ്തത്. ഏതാണ്ട് 5 ലക്ഷം രൂപകൾ അന്ന് ചെലവായി എന്നാണ് എൻ്റെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം വീണ്ടും പ്രോഗ്രാം ചെയ്തു. അതിനകത്ത് മറ്റേ നാദിഷയാണ് വന്നത്. പിന്നെ പ്രോഗ്രാം ചെയ്തു. അതുപോലെ കലാഭവൻ മണി 3 പ്രാവശ്യം വന്നു. പിന്നെ സിനിമാല ടീം വന്നു, ജയറാം വന്നു,
ഇതുപോലെ MG ശ്രീകുമാർ, ജഗതി ശ്രീകുമാർ, മിക്കവാറും എല്ലാവരും നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഇതാണ്. നമ്മൾ അതിൽ നിന്നൊരു പൈസ പോലും നമ്മൾ എടുക്കില്ല. ഫണ്ട് അങ്ങനെ തന്നെ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കും. അത് ആ പ്രോഗ്രാമിൽ വീട് വെക്കൽ അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻസർ, ഇതുപോലെ വലിയ മറ്റേ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് തുടങ്ങി. അപ്പോൾ അത് ചെയ്യുന്നത് ആൾക്കാരുടെ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ രീതിയിലാണ് ചെയ്തത്. അതുപോലെ 2001 അവിടെ സൗദി അറേബ്യയിൽ വിദേശികൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു നിയമമുണ്ട്. അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശികൾക്ക് ആർക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. എല്ലാവരും അവിടെയുള്ള അറബിയുടെ കീഴിൽ ശമ്പളക്കാരായിട്ട് ജോലി ചെയ്യാൻ അലൗഡ്, അല്ലെങ്കിൽ അത് ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെയാണ് 2001 വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള നിയമമുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഞാനാണ്. അതനുസരിച്ച് ആദ്യമായിട്ട് അവിടെ സൗദിയിൽ 100% ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹൗസ് ഓഫ് സ്പൈസസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സ്പൈസസിൻ്റെ ഫാക്ടറി അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്ന് മറ്റേ അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പാലസ്തീന്, മറ്റേ സിറിയ, ജോർഡൻ, ഇവർക്കെല്ലാം എക്സ്പോർട്ട് സ്പൈസസ് മറ്റേപോലെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവിടെ കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അന്യന്മാരെ കൊണ്ടുവന്ന് അവരവരെ ഇൻചാർജാക്കി. അപ്പോൾ ഞാനപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പം അന്യ സഹോദരങ്ങളായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് കംപ്ലീറ്റ് ഇൻചാർജായിട്ട്. അപ്പോൾ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇത് വന്നു കഴിഞ്ഞപ്പം പിന്നെ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ഇതിനകത്തേക്ക് ഡൈവേഴ്സിറ്റി ചെയ്യുന്നതെല്ലാം അന്യന്മാർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. നമ്മൾ പണിയെടുത്ത കാശിങ്ങനെ വഴി കൊടുക്കണേ അതൊക്കെ നമ്മളൊരു ചിന്താഗതിയിലൊക്കെ അങ്ങനെ പല രീതിയിലുള്ള കുറച്ച് ഫിനാൻഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഇതിനകത്ത് വന്നു. അപ്പോൾ ഞാൻ 2005 മുതൽ ഞാൻ പറയുന്നതിനകത്തുണ്ട്. അപ്പം നീ പോയി പറ്റില്ല, നീയാണ് എല്ലാവരുടെയും തലവൻ, മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നത് 2010 ആയപ്പോഴേക്കും ഇത് കൂടുതൽ ഇതായി. ഞാൻ പറഞ്ഞു അപ്പനോട് ഞാൻ മാറാണ്. അങ്ങനെയാണ് അപ്പോൾ അപ്പം ചോദിച്ചു, ഇത് തുടങ്ങിയത് നീയാണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് നീയാണ്. അതായത് ഇതിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഈ കമ്പനിയിൽ, ഇവിടുത്തെ കമ്പനിയിൽ അവിടുത്തെ വീട്ടിൽ ഒരു നയാ പൈസ പോലും എടുത്തിട്ടില്ല. ഇവിടെ ഞാൻ സൗദിയിൽ പോയത് പോലും സൗദിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ ജോലി ചെയ്ത കാശ് അവിടെ എടുത്ത് കുറച്ച് പൈസ പോരായി ഒന്നും അത് ഇളയപ്പനോട് സൗദിയിലെ ഇളയപ്പനോട് കടമായിട്ട് മേടിച്ച് സൗദിയിൽ ചെന്ന് ഉടനെ അതിൻ്റെ ഒരു 5 ഇരട്ടി തിരിച്ച് അയച്ചു കൊടുക്കും. ആ കാശ് തിരിച്ചു കൊടുത്തു ലോൺ എടുത്ത്. അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഒരു നയ പൈസ എടുത്തിട്ടില്ല. എന്നിട്ട് ഡിവൈഡ് ചെയ്തപ്പം എല്ലാവരും അന്ന് വെച്ച് കൊടുത്ത് വികാരിയച്ഛന്, പിന്നെ വക്കീലന്മാർ, ഇതെല്ലാവരും പിന്നെ ഇളയപ്പന്മാർ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡിവിഷൻ്റെ ഇത് വന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ 4 ആണുങ്ങളാണ്, 4 ആമ്പിളേർ ഉള്ള സ്വത്ത് കംപ്ലീറ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4-ൽ 3 അനിയന്മാർക്ക് കൊടുത്തോ 4-ൽ 1 ഇരിക്കുന്നത്. അങ്ങനെയാണ് 2010 അങ്ങനെ ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബ, ഭാര്യ, മക്കൾ ഇതുമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ഇത് ചെയ്തത്. അങ്ങനെ 2010 ഇതിൻ്റെ കംപ്ലീറ്റ് കണക്കുകൾ എടുക്കാൻ പറഞ്ഞു. കണക്കുകളെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് കണക്കിലുള്ള കാര്യങ്ങൾ, അതായത് ഏകദേശം ഒരു 200 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് ഉണ്ടായിരുന്നത്. അതിനകത്തൊരു 6-7 സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഒരു 5 ഫാക്ടറികൾ, പിന്നെ അതുപോലെ സ്ഥലങ്ങൾ, ഏതാണ്ട് 80-100 ഏക്കറോളം പാലക്കാട്ടുള്ള സ്ഥലങ്ങൾ, സ്വത്തുക്കൾ, ഇതെല്ലാം ആണ് നമ്മൾ കണക്കിലുണ്ട്. പിന്നെ സൗദിയിലുള്ള ഏകദേശം 10-20-28-30 വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികളെല്ലാം അതുപോലെ ബിസിനസ്സിൻ്റെ ഇത്, അപ്പോൾ ബിസിനസ് സൗദിയിലെ ബിസിനസ്സിൻ്റെ അവിടുത്തെ ഇതിൻ്റെ 3-2 അവർക്ക് ഞാൻ എടുത്തോളം പറഞ്ഞു. ബാക്കി 3-1 വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ബാക്കിയുള്ള ഇതെല്ലാം അവർക്ക് കൊടുത്തു. ഇതൊന്നും എൻ്റെ ഒരു ഡിവിഷൻ വെച്ചിട്ട് ഞാൻ അതിനകത്ത് പോകുന്നു. അപ്പോൾ അതനുസരിച്ച് 5 സൂപ്പർ മാർക്കറ്റ് എനിക്ക് തരേണ്ടത്. പക്ഷേ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിട്ടിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും അത് 1 കിട്ടിയ തർക്കത്തിൽ നിൽക്കാം. അപ്പോൾ അത് വെച്ച് അത് കഴിഞ്ഞ് അവർ വീണ്ടും ഒരു 5 സൂപ്പർ മാർക്കറ്റ് പല സ്ഥലത്തായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് 13 യൂണിറ്റുകൾ ഇപ്പോൾ ഉണ്ട്, ഫാക്ടറികളുണ്ട്. നമ്മളിവിടെ ഞാനിവിടെ വരണം, പിന്നെ കമ്മിറ്റിയുള്ള 2 സൂപ്പർ മാർക്കറ്റുകൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ചിത് വന്നു കഴിഞ്ഞപ്പം സിനിമയിലേക്കൊരു സാഹചര്യങ്ങൾ വന്നു തുറക്കാനായി, അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്